എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടൊയോട്ടൻ്റെ ഹൈറൈഡർ ഫുള്ള് റീകണ്ടീഷൻ ചെയ്യണ വീഡിയോസുമായിട്ടാണ്. അപ്പോൾ ഫ്രണ്ടും അതേമാതിരി ടോപ്പ് ഒരു സൈഡൊക്കെ ആകെ ഇടിച്ച് ആകെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അത് വർക്ക് എടുത്ത് ലെവലാക്കാൻ പോവുകയാണ്. ഇപ്പോൾ വണ്ടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബോണറ്റ്, മഡ്ഗാർഡ്, അമ്മാതിരി ഡോറ് കാര്യങ്ങളൊക്കെ ഊരിയിട്ടിട്ട് ഇഞ്ചൻ ഇറക്കാനുണ്ട്. പുതിയ പീസ് ഇനി ഇവിടെ കട്ട് ചെയ്ത് മാറ്റാനാണ്. നമ്മൾ കമ്പനിയിൽ നിന്ന് പുതിയ പീസ് കൊടുന്നാണ്ട് അത് മാറ്റാണ്ട്, കാരണം ഇഞ്ചനും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് വേണം ഒക്കെ ലെവലാക്കിയിട്ട് ആദ്യമൊക്കെ ഒന്ന് സെറ്റാക്കാൻ. അപ്പോൾ അതിൻ്റെ വർക്കിലാണ്. അപ്പോൾ വണ്ടിൻ്റെ ബോഡി വർക്ക് ഏകദേശം കഴിയാനായിട്ടിട്ട്, അപ്പോൾ അതിൻ്റെ ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പ് പുതിയത് വെച്ചിരിക്കുകയാണ്. ബോണറ്റും കാര്യങ്ങളൊക്കെ പൊളിയിൽ നിന്നെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്കിലാണ്. അപ്പോൾ വണ്ടിൻ്റെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത് പെയിൻ്റ് അടിക്കാൻ പോവാണ്. ബോഡി ഫുള്ള് വാഷ് ചെയ്തതിന് ശേഷം പുട്ടി വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ബോഡി ഫില്ലർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിന് ശേഷം വേണം പെയിൻ്റ് അടിക്കാനും ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാൻ. അപ്പോൾ ബോഡി ഫില്ലർ ഫുള്ള് വാഷ് ചെയ്തതിന് ശേഷം 2K പ്രൈമർ അടിച്ചിരിക്കുകയാണ്. ഇത് ഫുള്ള് വാഷ് ചെയ്തതിന് ശേഷം വേണം ബേസ് അടിക്കാം. ടു കെ പ്രൈമർ ഫുള്ള് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ബേസ് കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കോട്ട് ഫുള്ള് ബേസ് കോട്ട് അടിച്ചതിന് ശേഷം വേണം ചെക്ക് ചെയ്തിട്ട് പെയിൻ്റ് അടിക്കാൻ. ബേസ് കോട്ട് അടിച്ചതിന് ശേഷം പെയിൻ്റ് അടിക്കാൻ ബൂത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെറ്റാലിക്കാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 കോട്ട് മെറ്റാലിക്കും ക്ലിയറും അടിക്കാണ്ട് അത് അതിൻ്റെ വർക്കിലാണ്.
അപ്പോൾ പെയിൻറ്റിങ്ങും ഫുള്ള് കഴിഞ്ഞ് വണ്ടി പൂത്തുനിന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അടുത്ത വർക്ക് ഫിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ വണ്ടിൻ്റെ ഫിറ്റിങ്ങിൻ്റെ വർക്കിലാണ് ഇപ്പോൾ. എഞ്ചിനും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള വർക്കുകളൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബമ്പറും ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശേഷം വേണം നമുക്ക് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാനൊക്കെ. അപ്പോൾ അതേമാതിരി വർക്കുകളുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.